ഹലോ മക്കളെ, നമ്മുടെ +1 ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, ബയോളജിയിലെ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റർ നിങ്ങൾ ഈ കാണുന്ന അനിമൽ കിങ്ഡം. യെസ്, അനിമൽ കിങ്ഡം ആണ് നമ്മുടെ +1 തന്നെ ഏറ്റവും രാജകീയമായ ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ ഈ ചാപ്റ്റർ വളരെ വലിയ ചാപ്റ്റർ ആണ്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു തീർക്കണം എന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു 4 കാര്യങ്ങൾ കൃത്യമായിട്ട് എന്താണ് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഈ ചാപ്റ്റർ നമുക്ക് മുഴുവനും പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കൂ. അതായത് ഈ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസ് കാര്യങ്ങളുണ്ട്. ആ ബേസിക് നോളേജ് ആണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ആ 4 കാര്യങ്ങൾ തുടങ്ങാം നമുക്ക്. ആദ്യത്തേത് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 രീതിയിലുള്ള ഓർഗനൈസേഷനിൽ നമുക്ക് ജീവികളെ കാണാനായിട്ട് സാധിക്കും. ചില ജീവികളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിനകത്ത് ഒരുപാട് സെല്ലുകൾ കാണുമെങ്കിലും ഈ സെല്ലുകളെല്ലാം തന്നെ അവനവന്റെ ജോലി അവനവൻ ചെയ്യുന്ന രീതിക്കായിരിക്കും. അവർ തമ്മിൽ കോർഡിനേഷനോ ഒന്നും തന്നെ കാണത്തില്ല. ഓരോ സെല്ലും അവരവരുടെ ജോലി ചെയ്ത് സ്വയം സംതൃപ്തരായിട്ട് ജീവിക്കുന്നു. ആ ഒരു ലെവലിനെയാണ് നമ്മൾ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സെല്ലുലാർ ലെവൽ, ഓക്കെ. സെല്ലുലാർ, മൾട്ടി സെല്ലുലാർ ജീവികൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ സെല്ലുലാർ ലെവലിലാണ്. പക്ഷേ കുറച്ചുകൂടി വലിയ ജീവികളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ സെല്ലുകളെല്ലാം ചേർന്ന് ഒരു കോർഡിനേറ്റഡ് ആയിട്ട് എല്ലാവരും ഒരേ ലക്ഷ്യം എന്ന രീതിയിലേക്ക്, അതായത് ഈ വടംവലി വലിക്കുമ്പോൾ കുറേ ആൾക്കാർ നിന്ന് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പോരാടുന്നത് പോലെ സെല്ലുകൾ ചേർന്ന് ഒരേ കാര്യം, ഒരേ പെർഫോമൻസ് ചെയ്യുമ്പോൾ, ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ടിഷ്യൂ. അപ്പോൾ മൾട്ടി സെല്ലുലാറും ടിഷ്യൂവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. മൾട്ടി സെല്ലുലാർ എന്ന് വെച്ചാൽ സെല്ലുകൾ കുറെ ഉണ്ടെന്നേ ഉള്ളൂ, ഒരു ആൾക്കൂട്ടം പോലെയാണ്, അവനവന്റെ കാര്യം നോക്കുന്നത് പോലെ. പക്ഷെ ടിഷ്യൂ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, സെല്ലുകൾ കൂട്ടത്തോടെ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി മഞ്ഞുമൽ ബോയ്സ് പോലെ പ്രവർത്തിക്കുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടിഷ്യൂ. അപ്പോൾ ആ ലെവലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടിഷ്യൂ ലെവൽ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ടിഷ്യൂ ലെവൽ. ഓക്കെ, ടിഷ്യൂ ലെവൽ. അപ്പൊ സെല്ലുലാർ ലെവൽ, ടിഷ്യൂ ലെവൽ. ടിഷ്യൂസ് ചേർന്നുണ്ടാകുന്നതാണ് ഓർഗനും ഓർഗൻ സിസ്റ്റവും. അതാണ് അടുത്ത ലെവൽ എന്ന് പറയുന്നത്. അതൊക്കെ വളരെ ഹയർ ഓർഗാനിസംസ്, നമ്മളെ പോലെയുള്ള ഏറ്റവും കോംപ്ലക്സ് ബോഡികളിലാണ് ഓർഗൻ സിസ്റ്റം ലെവൽസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ ജീവികളാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ജീവികളിലാണ് സെല്ലുലാർ ലെവൽ വരുന്നത്. അത് കഴിഞ്ഞ് വരുന്നതാണ് ടിഷ്യൂ ലെവൽ, അത് കഴിഞ്ഞാണ് ഓർഗൻ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം ലെവൽ. അപ്പോൾ ഇതാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. കിടിലമായിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്, സിമെട്രി. മക്കളെ, ജീവികളെ സിമെട്രിയുടെ അടിസ്ഥാനത്തിൽ 3 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഒന്നാമത്തേത് എസിമെട്രി. എസിമെട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെട്രി ഇല്ല. അതായത് സിമെട്രി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എങ്ങനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ഈക്വൽ, ഇപ്പോൾ താജ്മഹൽ ഇങ്ങനെ നടുക്ക് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറവും ഇപ്പുറവും ഒരുപോലെയല്ലേ ഇരിക്കുന്നത്, അതുപോലെ അങ്ങനെ നമുക്ക് ഈക്വൽ ആക്കി, 2 ഈക്വൽ പോലെ നമുക്ക് ആക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് സിമെട്രി എന്ന് പറയുന്നത്. ചില ജീവികളെ എങ്ങനെയൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ നോക്കിയാലും 2 ഈക്വൽ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനേ പറ്റില്ല. അത്തരം ജീവികളെയാണ് നമ്മൾ അസിമെട്രി എന്ന് വിളിക്കുന്നത്. എന്നാൽ ചില ജീവികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ക് പോലെയാണ്, ഒരു CD പോലെയാണ്. ആ CD നമുക്ക് ഇങ്ങനെ രണ്ടാക്കാം, അല്ലെ ഇങ്ങനെ രണ്ടാക്കാം, റൗണ്ട് ഷേപ്പ് അല്ലേ. അപ്പൊ എങ്ങനെ വേണോ നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഏത് റേഡിയൽ പ്ലെയിനിലൂടെ, സെൻട്രൽ കൂടി പാസ് ചെയ്യുന്ന ഏത് റേഡിയൽ പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും ഈക്വൽ ഹാഫായിട്ട് കിട്ടുമെങ്കിൽ അതിനെയാണ് റേഡിയൽ സിമെട്രി എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ചേ, നമ്മളെ എങ്ങനെ രണ്ടാക്കാൻ പറ്റും? ഒരൊറ്റ പ്ലെയിനിലൂടെ ഇങ്ങനെ കട്ട് ചെയ്യണം അല്ലെ. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 2 ഈക്വൽ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഒരു പ്ലെയിനിലൂടെ കട്ട് ചെയ്യുമ്പോൾ മാത്രം 2 ഈക്വൽ ഹാഫായിട്ട് മാറുന്ന നമ്മളെ പോലുള്ളവരെ വിളിക്കുന്ന പേരാണ് ബൈലാറ്ററൽ സിമെട്രി. അപ്പൊ സിമെട്രിയുടെ അടിസ്ഥാനത്തിൽ ജീവികളെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: അസിമെട്രി, റേഡിയൽ സിമെട്രി ആൻഡ് ബൈലാറ്ററൽ സിമെട്രി. അപ്പോൾ ഇതാണ് നിങ്ങൾ അടുത്തറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, സിമെട്രി എന്ന് പറയുന്നത്. ഇനി 3ാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. മക്കളെ, നമ്മളെല്ലാവരും അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് വളർന്ന് വലുതായി വന്നത് അല്ലേ. അപ്പൊ നമ്മൾ അന്ന് എംബ്രിയോ ആയിരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്ത് നമ്മളെ ശരീരം നിർമ്മിക്കാനായിട്ട് ജേം ലെയേഴ്സ് ഉണ്ടായിരുന്നു.
അതായത് നമ്മൾ സൈഗോട്ടായി, സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ആയി. ഈ എംബ്രിയോ ആകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിറച്ച് കുറേ സെല്ലുകൾ ഇങ്ങനെ കൂട്ടം കൂടി ജേം ലെയറുകളായിട്ട് മാറും. അങ്ങനെയുള്ള 3 ജേം ലെയേഴ്സിൽ നിന്നാണ് നമ്മളാകുന്ന ഈ ശരീരം നമുക്കുണ്ടായത്. നമ്മൾ വളരെ കോംപ്ലക്സ് ബോഡി അല്ലേ. അപ്പൊ നമ്മുടെ ശരീരം ഉണ്ടാക്കാനായിട്ട് 1, 2 പോരാ, 3 ജേം ലെയേഴ്സ് വേണ്ടി വന്നു. നമ്മുടെ ഏറ്റവും വെളിയിലുള്ള ജേം ലെയറിന്റെ പേരാണ് എക്ടോഡേം. ഏറ്റവും വെളിയിലുള്ളതാണ് എക്ടോഡേം. ഓക്കെ, ഏറ്റവും വെളിയിലുള്ളത് എക്ടോഡേം. നടുക്കുള്ളതിന്റെ പേര് മീസോഡേം. ഏറ്റവും ഉള്ളിലുള്ളത് എൻഡോഡേം. സോ ഇങ്ങനെ 3 ജേം ലെയേഴ്സിൽ നിന്നാണ് നമ്മുടെ ഈ മുഴുവൻ ശരീരവും ഉണ്ടാക്കിയെടുത്തത്. അതെ, എക്ടോഡേമിൽ നിന്നാണ് നമ്മുടെ സ്കിന്നൊക്കെ ഉണ്ടായത്. മീസോഡേമിൽ നിന്നാണ് നമ്മുടെ മസിൽസും അതുപോലെ സ്കെലറ്റൽ സിസ്റ്റവും ഒക്കെ ഉണ്ടായത്. എൻഡോഡേമിൽ നിന്നാണ് നമ്മുടെ ഇന്നർ ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ശരീരം മുഴുവൻ ഉണ്ടായത് ഈ ജേം ലെയറുകളിൽ നിന്നാണ്. അപ്പൊ എത്ര ജേം ലെയേഴ്സ് വേണ്ടി വന്നു നമ്മളെ നിർമ്മിക്കാൻ? 3 ജേം ലെയേഴ്സ് വേണ്ടി വന്നു അല്ലെ. അതുകൊണ്ട് നമ്മളെ വിളിക്കുന്ന പേരാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം. ട്രൈ എന്ന് വെച്ചാൽ എത്രയാ? 3. അതാണ് ട്രിപ്ലോബ്ലാസ്റ്റിക്, 3 ജേം ലെയേഴ്സ്. അപ്പൊ 3 ജേം ലെയേഴ്സിൽ നിന്നാണ് നമ്മളാകുന്ന ഈ വലിയ ശരീരം നിർമ്മിച്ചത്. അതുകൊണ്ട് നമ്മളെ വിളിക്കുന്ന പേരാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്. ട്രിപ്ലോ മീൻസ് 3, ട്രൈ എന്ന് വെച്ചാൽ 3 അല്ലേ, അത്രേ ഉള്ളൂ. 3 ജേം ലെയേഴ്സ് ഏതൊക്കെയാ? എക്ടോഡേം, എൻഡോഡേം, മീസോഡേം. ക്ലിയർ ആണല്ലോ. സോ 3 ജേം ലെയേഴ്സിൽ നിന്നാണ് നമ്മളെ നിർമ്മിച്ചത്. പക്ഷെ ലോവർ ഓർഗാനിസിനെ നിർമ്മിക്കാൻ ഈ 3 ജേം ലെയേഴ്സിന്റെ ആവശ്യമുണ്ടോ? വേണ്ട അല്ലേ. കുഞ്ഞു ജീവികളാണെങ്കിൽ, ചെറിയ ലോവർ ലെവലിലുള്ള ഓർഗാനിസംസ് ആണെങ്കിൽ അവർക്ക് എന്തിനാ ഈ 3 ജേം ലെയേഴ്സ് ഒക്കെ? അപ്പൊ അവരെ നിർമ്മിക്കാൻ 2 ജേം ലെയേഴ്സിന്റെ ആവശ്യമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഏതൊക്കെ മതി? They need only ectoderm and endoderm. എക്ടോഡേമും എൻഡോഡേമും മാത്രം മതി. അപ്പോൾ അവർക്ക് ഏത് വേണ്ട? അവർക്ക് മീസോഡേം വേണ്ട. അപ്പോൾ മീസോഡേമിന് പകരം അവർക്ക് ആ ഒരു ലെയർ, ഒരു സ്ട്രക്ചർ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണപ്പെടുന്നുണ്ട്. മീസോഡേം അല്ലാതെ അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള കുറേ സെല്ലുകളുടെ ഗ്രൂപ്പാണ്. അതിനെ വിളിക്കുന്ന പേര് മീസോഗ്ലിയ എന്നാണ്. മീസോഗ്ലിയ പിന്നീട് അൺഡെവലപ്ഡ് ആയിട്ട് അങ്ങ് പൊയ്ക്കോളും, നശിച്ചു പൊയ്ക്കോളും. മീസോഗ്ലിയ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. ആക്ച്വലി എക്ടോഡേം, എൻഡോഡേം ആണ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. സോ അൺഡിഫറൻഷിയേറ്റഡ് മാസ് ഓഫ് സെൽസ് ആണ് ആക്ച്വലി മീസോഗ്ലിയ. അത് മീസോഡേം എന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ, അത് മീസോഡേം അല്ല. അത് പിന്നീട് അങ്ങ് പൊയ്ക്കോളും. അവരെ നമുക്ക് പ്രത്യേകിച്ച് ഉപകാരവും ഇല്ല ഉപദ്രവവും ഇല്ലാത്തൊരു സാധനമാണ് മീസോഗ്ലിയ എന്ന് പറയുന്നത്. അപ്പോൾ എക്ടോഡേം, എൻഡോഡേമിൽ നിന്നാണ് അവരുടെ ശരീരങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് 2 ജേം ലെയേഴ്സേ അവർക്ക് ആവശ്യം വരുന്നുള്ളൂ. സോ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്. ഡിപ്ലോബ്ലാസ്റ്റിക്, ഡിപ്ലോ എന്ന് വെച്ചാൽ എന്താ? ഡൈ എന്ന് വെച്ചാൽ എത്രയാ? 2 അല്ലെ. അപ്പൊ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് എന്ന് വെച്ചാൽ 2 ജേം ലെയേഴ്സിൽ നിന്നുണ്ടാകുന്നവരെയാണ് നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക്, അവരൊക്കെ ഡിപ്ലോബ്ലാസ്റ്റിക്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് 3ാമത്തെ ഇമ്പോർട്ടന്റ് കാര്യം. ഞാൻ 4 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് എന്നാ പറഞ്ഞിരുന്നത് അല്ലെ. അപ്പൊ 3ാമത്തെ ഇമ്പോർട്ടന്റ് കാര്യം കഴിഞ്ഞു. ഇനി അവസാനത്തെ 4ാമത്തെ ഇമ്പോർട്ടന്റ് കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ജീവികൾ, ഈ ട്രിപ്ലോബ്ലാസ്റ്റിക് ജീവികളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ചില ജീവികളെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ മീസോഡേം ഉണ്ടല്ലോ, നടുക്കുള്ള മീസോഡേം, ആ മീസോഡേമിന്റെ ഇടയ്ക്കായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ചെറിയ ക്യാവിറ്റി, സ്പേസ്, ഒരു ഹോളോ സ്പേസ് കിടക്കുന്നത് നമുക്ക് കാണാം. ഈ ഹോളോ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീലോം. ആ ഹോളോ സ്പേസ് കണ്ടോ, ഇത് മീസോഡേം ആണ്, ഇതും മീസോഡേം ആണ്. ആ മീസോഡേമിന്റെ ഇടയിലായിട്ട് കണ്ടോ സ്പേസ് കിടക്കുന്നത്? ഈ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീലോം. ഇത് പിന്നീട് ജീവി വളർന്ന് വലുതാകുമ്പോൾ നമുക്ക് അറിയാം, നമ്മുടെ ഇവിടെ സ്റ്റൊമക്കിനകത്ത് തന്നെ കുറച്ച് സ്പേസ് ഉണ്ടല്ലേ. ആ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോഡി ക്യാവിറ്റി എന്ന് വിളിക്കുക അല്ലേ. നമ്മുടെ ഈ വയറിന്റെ ഈ ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ സ്കിന്ന് കഴിഞ്ഞാൽ മസിൽ കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് സ്പേസ് ആണ്. ആ സ്പേസ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്റ്റൊമക്ക് ഒക്കെ ഇരിക്കുന്നത്. ആ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോഡി ക്യാവിറ്റി. അപ്പൊ ഈ സീലോമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? നമ്മുടെ ബോഡി ക്യാവിറ്റി ആയിട്ട് മാറുന്നത്. സോ സീലോമിനെ ബോഡി ക്യാവിറ്റി എന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചാൽ വിളിക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. സോ മീസോഡേമിന് ചുറ്റുമുള്ള മീസോഡേമ ലൈൻ ചെയ്യപ്പെടുന്ന ഈ ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് സീലോം. എല്ലാ ജീവികൾക്കും ഈ സീലോം ഇല്ല. നമ്മളെപ്പോലുള്ള ഹയർ ജീവികൾക്കാണ് ഈ സീലോം ഉള്ളത്. സീലോം ഉള്ള ജീവികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീലോമേറ്റ്സ്. ഓക്കെ, സീലോം ഉള്ള ജീവികളെ വിളിക്കുന്ന പേരാണ് സീലോമേറ്റ്സ്. ഓക്കെ, എന്നാൽ എല്ലാവർക്കും സീലോം ഉണ്ടോ? ഇല്ല. അതാ ഇവിടെ നോക്കിക്കേ, ഈ ജീവികൾക്കൊന്നും സീലോം ഇല്ല. അപ്പൊ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എസീലോമേറ്റ്സ്. സീലോം ഇല്ലാത്ത ജീവികളെ വിളിക്കുന്ന പേരാണ് എസീലോമേറ്റ്സ്. ഇനി ചിലവന്മാരുണ്ടല്ലോ, അവരിൽ നോക്കുമ്പോൾ എക്ടോഡേമും എൻഡോഡേമും കാണും.
മീസോഡേം ഉണ്ടല്ലോ, അതിങ്ങനെ സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ട് ഇങ്ങനെ കിടക്കും. അവിടെ അത് ബോഡി ക്യാവിറ്റി ഒന്നുമല്ല, നമ്മളെ പറ്റിക്കാനാണ് കേട്ടോ. നമുക്ക് തോന്നുന്നത് ബോഡി ക്യാവിറ്റി, ദാറ്റ് ഇസ് നോട്ട് ബോഡി ക്യാവിറ്റി. അവിടെ ആക്ച്വലി മീസോഡേം തന്നെ ചുരുങ്ങി വട്ടം വരച്ച് എന്താ പറയാ, നൂഡിൽസ് കിടക്കുന്നത് പോലെ ഇങ്ങനെ വട്ടത്തിലാണ് കിടക്കുന്നത്. സോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അത്രയും നമ്മളെ പറ്റിക്കുന്ന സീലോമാണ് നമുക്ക് തോന്നും, പക്ഷെ ദാറ്റ് ഇസ് നോട്ട് സീലോം. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്യൂഡോസീലോം, കള്ളസീലോം എന്നാണ് വിളിക്കുന്നത്. അതുള്ള ജീവികളെ സ്യൂഡോസീലോമേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ സീലോം ഉണ്ടെങ്കിൽ സീലോമേറ്റ്സ്, സീലോം ഇല്ല എങ്കിൽ അസീലോമേറ്റ്സ്. ഇതുപോലെ നമ്മൾ പറ്റിക്കുന്ന സീലോം ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സ്യൂഡോസീലോമേറ്റ്സ്. ഓക്കെ, നമ്മളൊക്കെ സീലോമേറ്റ്സ് ആണ്. അഷ് ഹെൽമിന്തസിൽ വരുന്നവരാണ് സ്യൂഡോസീലോമേറ്റ്സ്. അതിന് താഴെയുള്ള പ്ലാറ്റി ഹെൽമിന്തസ് ഒക്കെയാണ് സീലോമേറ്റ്സിനകത്ത് വരുന്നത്. സോ ഈ 4 കാര്യങ്ങൾ, ഈ വളരെ പ്രധാനപ്പെട്ട ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആയാലും, സിമെട്രി ആയാലും, അതുപോലെ ഡിപ്ലോബ്ലാസ്റ്റി, ട്രിപ്ലോബ്ലാസ്റ്റി ആയാലും, സീലോം എന്ന വേർഡ് ആയാലും, ഈ 4 കാര്യങ്ങൾ അറിയാതെ അനിമൽ കിങ്ഡത്തിനകത്തുള്ള 11 ഫൈലംസ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു തീർക്കാൻ സാധിക്കില്ല. സോ ഈ ബേസ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക, എങ്കിൽ മാത്രമേ ആ ചാപ്റ്റർ നിങ്ങൾക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കൂ. കൃത്യമായിട്ട് മനസ്സിലാക്കിയാലല്ലേ കൃത്യമായിട്ട് നമുക്ക് ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ മറ്റൊരു വീഡിയോയിൽ മുഴുവൻ ചാപ്റ്ററിന്റെ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം മക്കളെ. ഇതുപോലുള്ള ഷോർട്ട് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഐ എം ഡോക്ടർ മനോ. ബൈ ഫോർ നൗ.